ഉമ്മ കൊടുക്കണെങ്കിൽ തന്നെ ആ മുഖം ആദ്യം കഴുകി കൊടുക്കും. ഇല്ല ഇല്ല ഇല്ല. പക്ഷെ കൂടുതൽ ഫിസിക്കൽ ആവുന്നതിന് മുന്നേ പോയാൽ മതി. കൂടുതൽ ഫിസിക്സ് പറഞ്ഞാൽ അതിന് മുമ്പ് പോയി കുളിച്ചിട്ടൊക്കെ വരാൻ പറയും. കൊറോണ വന്നതിന് ശേഷമാണോ സാനിറ്റൈസർ അടിക്കാൻ തുടങ്ങി? പണ്ട് ഒരു ഡോക്ടർക്ക് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു ഫിസിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഈ ഒരു സാധനം ഞെക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ തേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടർ എന്താ കൈ കഴുകാത്ത? ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാ? വല്യച്ഛന്റെ മോൻ. നിങ്ങളുടെ പ്രേമം എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് ബുക്ക് മേടിച്ചിട്ട് ഞാൻ രണ്ടുപേരെയും ബുക്ക് മേടിച്ച് അത് തിരിച്ചു വന്നപ്പോ ഇതിങ്ങനെ മാറിപ്പോയി. ആ 2 ബുക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും സാറ് രണ്ടുപേരെയും പേര് നോക്കിയപ്പോ രോഹിത്, രശ്മി. അപ്പൊ അങ്ങനെ സാറ് ജസ്റ്റ് കളിയാക്കി. സാറിനെയാണ് കാണുന്നത്. ഇത് സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നല്ലേ? അല്ല, അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി സാറിനെയാണ് ആദ്യം കല്യാണം വിളിച്ചത്. ഒരു ദിവസം പുള്ളി എന്റെ കൂടെ നടന്നു വന്ന് പുള്ളി ഇങ്ങനെ ഞാനും വരാന്ന് പറഞ്ഞിട്ട് മറ്റേ ആംഗ്യം കാണിച്ചിട്ട് പുള്ളി എന്റെ കൂടെ വന്നു. പുള്ളി അടുത്ത് വന്നിട്ട് അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇയാളൊരു ഒറ്റ മുത്തം. എന്റെ ദൈവമേ, എനിക്കോടല്ലോ എനിക്ക് ചുണ്ടത്ത്. നിങ്ങളുടെ പ്രേമം എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച്. ട്യൂഷൻ ക്ലാസ്സിൽ തുടങ്ങിയാണ്. 10ാം ക്ലാസ്സിൽ. നിങ്ങൾ രണ്ടുപേരും ഒരേ വൈബാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഇതേപോലെ ഒരാളെ കണ്ടേക്കുന്നത്. വേറെ കാര്യം കേട്ടോ, ഇപ്പൊ മറ്റേ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ, ഷൈക്കാൻ വരുമ്പോ അതെന്താ നിർത്തിയേ? സ്ക്രിപ്റ്റഡ് ആണോ? ചേടാ, ഇന്റർവ്യൂവിന്റെ റീച്ച് കൂട്ടാനായിട്ട് അവര് പറഞ്ഞു, നമ്മൾ ചെയ്തു, അഭിനയിച്ചു. വെറുതെ വലിയടായാലോ. ദൈവമേ, അങ്ങനെയൊന്നുമില്ല. ഞാനേ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നരുതട്ടാ. നിങ്ങൾ എങ്ങാനും ഷേക്കേറ്റ് വരികയാണെങ്കിൽ, നിങ്ങൾ കൈ സാനിറ്റൈസർ അടിക്കുകയാണെങ്കിൽ, അത് ഒരാൾക്ക് എങ്ങനെ വിഷമമായി ബാധിക്കുന്നു തമാശ രൂപത്തിൽ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാനും കഴുകിയാനെ, കൈ കഴുകിയാനെ. പക്ഷെ ഇല്ല, അത് ഞാൻ മോനേതാ കൊടുത്തു വെച്ചോ. കാരണം എന്നിട്ട് ഞാൻ പറഞ്ഞേ കേട്ടോ, ഇപ്പൊ നിങ്ങൾക്ക് വിഷമമാവണ്ട, അങ്ങനെ എല്ലാവർക്കും അത് വിഷമമാവത് കാണിക്കാൻ വേണ്ടി. അല്ല, അതിനകത്ത് ആക്ച്വലി ഷേക്കേറ്റ് തന്നൂല. അവര് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷെയ്ക്കാൻഡ് തന്നു കഴിയുമ്പോഴത്തേക്കും അവര് സാനിറ്റൈസർ അവര് സ്വയം അടിക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ട്രിഗർ ആയാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ പേരിൽ ദേഷ്യം വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാൻ ഓർത്തത് സാനിറ്റൈസർ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ ഒരു സെഗ്മെന്റിന്റെ പേരിലായാലും ആ ഒരു അഭിനയത്തിനകത്തൊരു റിയാലിറ്റി ഇല്ല, മാത്രമല്ല അത് തെറ്റായി പോകും. കാരണം സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്ന പോലെ ഇരിക്കും അത്. അപ്പൊ അതിനേക്കാളും നല്ലത് ഞങ്ങൾ അടിക്കാം, അപ്പൊ നിങ്ങൾക്ക് വിഷമമായ രീതിയിൽ നമുക്ക് ആ ഒരു സെഗ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണതിന് മറ്റേതിനെ ഇങ്ങനെ ആക്കി നേരെ തിരിച്ച് ചോദിച്ചു മേടിച്ചാണ്. അതുപോലെ ഈ കൊറോണ വന്നതിന് ശേഷമാണോ സാനിറ്റൈസർ അടിക്കാൻ തുടങ്ങിയത്? ആണ്. പക്ഷേ ഈ സാധനം ഞാൻ ഓൾറെഡി അതിന് മുന്നേ കണ്ടായിരുന്നു. പണ്ട് ഒരു ഡോക്ടർക്ക് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു ഫിസിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഈ ഒരു സാധനം ഞെക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ തേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടർ എന്താ കൈ കഴുകാത്ത? ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ സെറ്റായി. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു നമ്മുടെ മേത്തോട്ട് കഴിഞ്ഞാൽ ആ സ്കിൻ സെൽസ് അവിടെ ഉണ്ടാവുമല്ലോ. കൈ കഴുകുമ്പോൾ വെച്ചാൽ കഴുകി ഒഴുക്കി വിടുവാണല്ലോ സോപ്പ് ഇട്ടിട്ട്. പക്ഷെ മറ്റേത് എന്താണ് സംഭവം എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. പിന്നെ ആക്ച്വലി ഈ ഒരു കൺഫ്യൂഷൻ തീർന്നത് ഈ സാനിറ്റൈസർ ഒക്കെ വന്ന് നമ്മൾ പരിചയപ്പെട്ട സമയത്താണ്. ഓക്കെ, ഈ ശരിക്കും നിങ്ങൾ ഇപ്പൊ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയത് കൊറോണയ്ക്ക് മുമ്പാണ് ശേഷമാണോ? ഞാൻ ഈ ക്ലീനപ്പ് അല്ല, സോറി, എൻ്റെ ജോലികൾ, ക്ലീനിങ് ജോലികൾ നമ്മൾ കൊറോണയ്ക്ക് മുമ്പേ ചെയ്തു പോകുന്ന സാധനമാണ്. അതായത് 2019 എനിക്ക് കൊറോണ എപ്പോഴാണ്? 19 കുറച്ചായപ്പോഴല്ലേ? 18 ഫ്ലഡ്, 19, 20 ആ ഒരു ടൈമല്ലേ? അപ്പൊ ഈ കൊറോണയൊക്കെ അനൗൺസ് ആകുന്നതിന് മുന്നേ ഞാൻ ക്ലീനിങ് പണികൾക്ക് ഇറങ്ങിയാണ്. പറമ്പിലെ പണിയും. അന്നൊന്നും സാനിറ്റൈസർ ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. അന്നൊന്നും ഈ പ്രശ്നം ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കൊറോണ വന്നിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ബാധിച്ചത്. നിങ്ങൾക്കായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പ്രേമത്തിന്റെ കാര്യം ഞാൻ അതിലേക്ക് വരട്ടെ. ഞാൻ ഇതേപോലെ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ അപൂർവങ്ങളായിട്ട് ഇത്രയും ക്ലീനിങ്. ഇപ്പൊ പറഞ്ഞപ്പോഴും മനസ്സിലായത് ഇന്റർവ്യൂലൊക്കെ അത് സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല, എനിക്ക്
വൃത്തിയുണ്ട് കുറച്ച്, ഭയങ്കര മറ്റേ വൃത്തിയെല്ലാം comment box മാത്രം ൽ കണ്ടിട്ട് കിട്ടും മേടിച്ചോ എല്ലാം മേടിച്ചോ, വൃത്തിയുണ്ട് കുറച്ചെന്നൊക്കെ. അതായത് നോർത്ത് 24 കാതത്തിലെ സിനിമയിലെ പോലെ ഞാൻ അമ്മാതിരി സെറ്റ് ആക്കുന്ന ഒരാളല്ല. ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇപ്പൊ ഒരു ഷേക്കാൻ നിങ്ങൾ തമ്മിലൊന്ന് കൈ കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ കൈയൊക്കെ വാഷ് ചെയ്യൂ? ഇല്ല, നമ്മുടെ സ്കിന്നില് നമ്മുടെ സ്കിന്നിൽ അണുക്കളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ തൊടുന്നുണ്ടെങ്കിൽ ആ തൊട്ട സ്ഥലത്തുനിന്ന് നമ്മുടെ മേത്ത് എന്തെങ്കിലും ഒക്കെ കേറാലോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മള് എല്ലാവരും എന്താ പറയാ വൈഫ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാമുകിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാം മാറ്റി വെക്കും. ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ തന്നെ ആ മുഖം ആദ്യം കഴുകി കൊടുക്കും. പക്ഷെ ഞാൻ ചോദ്യം ഉത്തരം പറഞ്ഞിട്ട് പോയാൽ ഉമ്മ കൊടുക്കാനായിട്ട് നമ്മള് മുഖം കഴുകിയ ആവശ്യമില്ല. നിങ്ങളിവിടെ ആൾക്കാരെ കണ്ടുവച്ചേക്കുന്നത് നമ്മള് കൂടുതൽ ഫിസിക്കൽ ആവുന്നതിന് മുന്നേ കുറച്ച് വൃത്തിയൊക്കെ നോക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ വേറെ സംഭവം പറഞ്ഞു പോയാൽ മതി. കൂടുതൽ ഫിസിക്ക് പറഞ്ഞാൽ അതിന് പോയി കുളിച്ചിട്ടൊക്കെ വരാൻ പറയൂ. അല്ല അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു ക്ലീനപ്പ് കഴിഞ്ഞ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മള് അത്യാവശ്യം ഇപ്പൊ ഈ മെഡിക്കൽ വേസ്റ്റ് ഒക്കെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും ഞാൻ ആ ട്രാഷ് പിക്കർ കോണ്ടാക്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ കൈ കഴുകണം, മുഖം കഴുകണം, കാല് കഴുകണം, ഉടുപ്പ് മാറണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞിനെ കാണാൻ പോവാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലാതെ കുഞ്ഞിനെ കാണാൻ പോകണേ ആയിക്കോട്ടെ. ഇപ്പോൾ ഇവക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞ് വേണം നമുക്ക് അവിടെ പോവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം, അല്ലെ ഞാൻ പോയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മളെ കുഞ്ഞുങ്ങളെ കാണാൻ പോകാറുള്ളൂ. ഇല്ലാത്ത പക്ഷം ഞാൻ ആ കുഞ്ഞുങ്ങളെ എടുക്കാൻ പോകത്തില്ല. എന്നുവെച്ചാൽ ഞാൻ എടുക്കൂല. ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പൊ എനിക്ക് പനിയോ ജലദോഷമോ ഉണ്ടാവണമെന്നില്ല. നമ്മള് ഭയങ്കര വൃത്തിയായിട്ട് ഇപ്പൊ ആ ഒരു ദിവസം ഞാനൊരു ക്ലീനപ്പും കഴിഞ്ഞിട്ടാണ് വന്നത്. കുറച്ചൊക്കെ വിയർത്തായിരുന്നു. ഈ പറഞ്ഞ പോലെ വേസ്റ്റുകളൊക്കെ ആയിട്ടുള്ള കയ്യകലം വന്നായിരുന്നു. കൈ തൊടണമെന്നില്ല, കയ്യകലം വന്നു. പക്ഷെ ഞാൻ കുഞ്ഞുങ്ങളെ അടുക്കെ പോവുകയോ എടുക്കുകയോ ചെയ്യത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ ഇത് എന്താ അറിയാമോ, ഇതൊക്കെ ഇന്റർവ്യൂവിൽ പറയുമ്പോഴാണ് അറിയുന്നത് അതൊക്കെ സ്ക്രിപ്റ്റഡ് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അടിയിൽ വന്ന കമന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇവർ അവർക്കൊരു ഉമ്മ കൊടുക്കണമെങ്കിൽ ആദ്യം മോഹം കഴിയിക്കോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. എല്ലാവരെ പോലെയും ആവശ്യത്തിനുള്ള വൃത്തിയൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. ആ ഒരു വൃത്തിയാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ കണ്ടന്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എന്റെ ലൈഫിലുള്ള സംഭവമല്ലേ എനിക്ക് കണ്ടന്റ് ആക്കാൻ പറ്റും. ഞാൻ ശ്രദ്ധിക്കുന്ന ഇങ്ങനൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിക്കോളും. അല്ലെ പോസിറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് പോസിറ്റീവ് ആവുന്നല്ല, അതിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്, അതിനൊരു എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു മീനിങ് ഉണ്ട് എന്ന് തോന്നുന്ന സാധനമല്ലേ എനിക്ക് വീഡിയോ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കുന്നത്. പക്ഷെ അത് മാത്രം കാണുമ്പോഴത്തേക്കും നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരും എന്നുള്ളത് ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ചില അത് മാത്രമല്ല, ഈ നിങ്ങൾ ചില ഫുഡ് പാക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് മുകളിൽ സാനിറ്റൈസർ അടിക്കുന്ന സാധനമൊക്കെ, അതും പിന്നെ ഈ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സാനിറ്റൈസർ, ഇതൊക്കെയാണ് ട്രോളർമാർ എടുത്തോണ്ട് പോയേക്കുന്നത്. ട്രോളർമാരുടെ കയ്യിലെ സാധനങ്ങളാണ് ഇതേ വരുന്നുള്ളൂ. അപ്പൊ നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ഞാനിത് ഇവിടെ വന്നപ്പോ ഞാൻ ഈ പാത്രത്തിൽ വെള്ളം വെച്ചാൽ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ ഷേക്ക് ഹാൻഡ് എന്ന് വെച്ചാൽ കൈ അപ്പം എതിർത്തടിക്കുന്നു. ഇപ്പഴാ മനസ്സിലായത് നിങ്ങളും നമ്മളൊക്കെ സാധാരണ പോലത്തെ ഒരാളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഈ ചൂരില് കയ്യിലേക്ക് കയറിയാണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ചേഞ്ച് ചെയ്യാട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അത് ഓരോരുത്തരോടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിനോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണേ, ഇഷ്ടപ്പെട്ട പാട്ട്, അതായത് പേര് സോറി പേര് ഗ്രീനൗസ്. ഓക്കെ, രോഹിത്തിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ഞാൻ ചോദിക്കും രശ്മി. തെറ്റാണ് പറയുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമ്പോ ഒരു നമുക്ക് എനിക്കെന്ന് പറയുമ്പോൾ ഫേവറേറ്റ് ആയിട്ട് 2-3 എണ്ണം കാണും. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യാം. തെറ്റാണ് പറയണെങ്കിൽ തിരിച്ചിങ്ങോട്ട് ചോദിക്കലില്ല. ഓക്കെ, രോഹിത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഈ ഒരു സാധനം ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു. മറ്റേ ഹൂ നോസ് ഹൂം ബെറ്റർ. അതിനകത്ത് ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു. അത് ഞാൻ പക്ഷെ അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ചൂരിലെടുത്തോ. ഷവർമ ആണോ? ഷവർമ ഇഷ്ടമാണ്. അതാണ് ഏറ്റവും ഫേവറേറ്റ് അതാണോ? പിന്നെ ഇഷ്ടമുള്ളത് ഏറ്റവും ഫേവറേറ്റ് ഷവർമയാണോ ലൈഫിൽ? ചോക്ലേറ്റ് ഐസ്ക്രീം, ഷേക്ക്. എനിക്ക് ഈ സാധനങ്ങൾ അങ്ങനെ ഓർഡർ ഇല്ല, ഇതെല്ലാം എനിക്ക് ഫേവറേറ്റ് ഇഷ്ടമാണ്. ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. രശ്മിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? റെഡ്.
റെഡ്. ഓ കമ്മോ. പണ്ട് തൊട്ട് 10ാം ക്ലാസ് തൊട്ട് അങ്ങനെ തന്നെയാ. ആ ഓക്കെ. വെഡിങ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി പറ. ഞാൻ ആ ജനുവരി 16 ജനുവരി വർഷം കൂടെ പറ. വർഷം കൂടി പറ. 2025 അല്ല ആ കൊടുത്തോ കൊടുത്തോ ചൂരുളക്ക്. എത്ര? 2024. 24. ഉറപ്പാണ്? ഓക്കെ. വർഷം ഞാൻ നിനക്ക് അറിയാന്നുള്ള കോൺഫിഡൻസ് ചോദിച്ചു മേടിച്ചതാ. നമ്പേഴ്സിന്റെ കാര്യം എനിക്ക് കുറെ മിസ്റ്റേക്ക് പറ്റും. ഫസ്റ്റ് കണ്ടപ്പോ ഇട്ട ഡ്രസ് ഏതായിരുന്നു? ഡ്രസ്സിന്റെ കളർ പറഞ്ഞു. കളർ ഏതായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് കണ്ടത് പാർക്കിൽ ഒരു ഇതുപോലത്തെ ചെക്ക് ഒരു മിനിറ്റ്. ഫസ്റ്റ് കണ്ടത് എവിടെ വെച്ചാ? പാർക്ക് ഈ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ല ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് പാർക്കിൽ വന്നപ്പോഴാണ്. ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ണടച്ചിരുന്ന അല്ല സാറുണ്ടല്ലോ ബുക്ക് മേടിച്ചിട്ട് ഞാൻ 2 പേരെയും ബുക്ക് മേടിച്ച് അത് തിരിച്ചു വന്നപ്പോ ഇതിങ്ങനെ മാറിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇത് എന്റെ ബുക്കല്ല എന്ന് പറഞ്ഞപ്പോ സാർ അപ്പൊ 2 ബുക്ക് തിരിച്ചു തന്നപ്പോഴത്തേക്കും സാറ് 2 പേരെയും പേര് നോക്കിയപ്പോ രോഹിത്, രശ്മി. അപ്പൊ അങ്ങനെ സാറ് ജസ്റ്റ് കളിയാക്കി. അപ്പൊ ഞാൻ യൂണിഫോമാ ലജനത്തിലെ യൂണിഫോം ആയിരുന്നാ? ലജനത്തിലെ യൂണിഫോം ആണ്. ഓക്കെ. അവിടെ കഴിഞ്ഞു. ആ സാറിനെയാണ് കാണുന്നത്. ഇത് സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു അല്ലേ? അല്ല അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി സാറിനെയാണ് ആദ്യം കല്യാണം വിളിച്ചത്. കല്യാണം വിളിച്ചാ? സാറിന്റെ പേരെന്താ? രാജു. ഓക്കെ ഓക്കെ. രശ്മിനോടാണ് ചോദ്യം. ഇപ്പോഴും എന്നോടാ ചോദിച്ചത്. ആണോ? ഒന്നാ നേരെ തിരിച്ച് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ. രശ്മിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഞാൻ പറയും വട്ടവട എന്ന് പറയും. വട്ടവട ആണോ? മണാലി. എടുത്തോ കൊടുത്തോ. നെക്സ്റ്റ് നിങ്ങൾ കിടക്കുന്നു രാജസൂയ. അപ്പൊ വട്ടവട എനിക്കാണല്ലേ ഫേവറേറ്റ്. അല്ലേ വട്ടവടയും ഫേവറേറ്റ് ആണ്. പക്ഷെ ഫസ്റ്റ് മണാലിയാ. ഞാൻ ആക്ച്വലി അത് ചിന്തിക്കാതെ കുറച്ച് എക്സ്പെൻസീവാ. ഇതാകുമ്പോ അത്ര എക്സ്പെൻസീവ് അല്ല. ഓക്കെ. ഇനി അടുത്തത് രശ്മിനോടാണ്. രോഹിത്തിന് ഏറ്റവും പേടിയുള്ള സാധനം? ഏറ്റവും പേടിയുള്ള സാധനം പറയട്ടെ? പറ. പാറ്റ. ഈ പാറ്റ ഇഷ്ടമല്ല, പേടിയല്ല, എനിക്ക് ഇഷ്ടമല്ല. വെറുപ്പാണ്. എനിക്ക് പറന്നു വരുന്ന കാണുമ്പോ ഒരു ബുദ്ധിമുട്ടാ. കണ്ണടച്ചിരുന്നാ പോരെ? ഇല്ല ഞാനേ എന്നുവെച്ചാ നമുക്ക് പണിയൊക്കെ എടുക്കേണ്ടി വരത്തില്ലേ? ഇപ്പൊ ഔട്ട്ഡോർ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് കുറെ കല്ലും കട്ടയൊക്കെ നമ്മൾ അടുക്കേണ്ട ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനെ കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്റ്റിൽ ആ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ. പണിയെടുക്കാൻ വന്ന സമയത്ത് പണിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സാറേ എനിക്ക് പറ്റൂല. ചുമന്ന പാറ്റാണോ പറയുന്നത്? അതിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാം അങ്ങോട്ടും ഓടുള്ളൂ. ഇത് നേരെ നമ്മുടെ അടുത്തേക്ക് വരും. മേത്തൊക്കെ വന്നിരിക്കും. ഇത് പറന്നു വരുമ്പോഴേ എനിക്ക് സീൻ എന്നുവെച്ചാൽ അതിന്റെ ആ ഒരു ട്രജക്ടറി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. ഇത് എങ്ങനെ വരാം. ഓ എനിക്കത് കാണുമ്പോ പറയണം അല്ലയോ പാറ്റേ നീ ഇനി പറക്കരുത്, എന്റെ മുമ്പിൽ പറക്കരുത്. ഓക്കെ. അടുത്തത് ഇഷ്ടപ്പെട്ട പാട്ട്. രശ്മിയുടെ ഇഷ്ടപ്പെട്ട പാട്ട്? അല്ല മറ്റേ മഹാനല്ല റിച്ച് റിച്ച് അല്ലേ? അതാണ്. ഏതായിരുന്നു? വിക്രത്തിന്റെ മഹാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഓ അതിനകത്ത് പാട്ട്. ഓക്കെ. ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ. ഓ കറക്റ്റാ. അടിപൊളി. രോഹിത്തിന് ഏറ്റവും ദേഷ്യമുള്ള ആളാരാണ്? അങ്ങനെ ചോദിച്ചാൽ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ആ കുറെ ആളുകളുടെ ഏറ്റവും ദേഷ്യം വരുന്ന ആളുടെ പേര് പറഞ്ഞാൽ മതി. വല്യച്ഛന്റെ മോൻ. വല്യച്ഛന്റെ മോനോ? അത് കുത്തിക്കൊല്ലാൻ നോക്കിയത്. കുത്ത് കിട്ടിയായിരുന്നു? ആ നടുവിട്ടിട്ട്. നടുവിനിട്ടാണ് കിട്ടിയത്. 5 സെന്റിമീറ്റർ അല്ല 10 സെന്റിമീറ്റർ ആഴം, 5 സ്റ്റിച്ച്. അതെന്താ എങ്ങനെയായിരുന്നു സംഭവം? അതൊന്ന് അമ്മയെ പ്രൊട്ടക്ട് ചെയ്തതാ. അത് അമ്മേനെ കുത്താൻ വന്നാണോ? അല്ല വീട്ടില് അമ്മയെ ചീത്ത പറഞ്ഞുകൊണ്ട് വലിയച്ഛൻ കയറി വന്നതാ. അപ്പൊ ഞാനത് തടഞ്ഞതാ. അപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ മോൻ വന്നിട്ട് നൈസായിട്ട് പണിഞ്ഞിട്ട് പോയി. നടുവിനിട്ട് കുത്തി. ഈ ഭാഗത്തിട്ട് ഒരു കുത്ത് വന്നിട്ട് ഓടിക്കളഞ്ഞു. രസമായിരുന്നു. ഞാൻ എന്നുവെച്ചാ പക്ഷെ കണ്ടല്ലോ ആ സമയത്ത് നമുക്ക് അഡ്രിനാലിൻ റഷ് കയറിയിട്ട് ഞാൻ ആക്ച്വലി ഞാൻ അവന്റെ അല്ല കുത്തി സാധനം അവിടെ വെച്ചിട്ട് അവൻ പോയി. ഇതിന് മറ്റേ പിടിയല്ല, ഈ പിടി ഊരിയിട്ടുള്ള അകത്ത് മറ്റേ സാധനം പിടിയുടെ അകത്തോട്ട് കണക്ട് ചെയ്യുന്ന സാധനം. അത്ര ആ സാധനം മാത്രം പുറത്ത് നിൽക്കുക. ആ സാധനം ഇവിടെ നിപ്പുണ്ട്. ഞാനിത് എനിക്ക് എന്തോ കിട്ടിയെന്ന് മനസ്സിലായി. പെയിനായിരുന്നോ കടച്ചിലായിരുന്നോ ഈ കുത്ത് കിട്ടിയ? എനിക്ക് ഈ വേദനയായിരുന്നോ അല്ലെങ്കിൽ ഒരു കട്ടകഴപ്പാണ്? ഇങ്ങനെ കടച്ചിലായിരുന്നോ? രണ്ടുമില്ലായിരുന്നു. മരവിച്ചു പോയി. അത് എന്തോ ഇവിടെ ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി എന്ന് വെച്ചാൽ മനസ്സിൽ ദേഷ്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ കയറി അമ്മയെ ഉപദ്രവിക്കാൻ വന്ന് അതിനെ തടഞ്ഞപ്പോ എന്നെ കുത്തിക്കൊല്ലാനും നോക്കി. കുത്തി ഇല്ലില്ല. ഇത് +2 കഴിഞ്ഞ സമയത്ത് 2017. അപ്പൊ വെളിച്ചന്റെ മോൻ എന്ത് പ്രായമുണ്ട്? അതിന് 18 വയസ്സ് എന്തോ ഉണ്ട്. ആ പ്രായത്തിൽ ഇപ്പൊ യാതൊരു കണക്ഷനും ഇല്ല. ഇല്ലില്ല. അന്ന് ആക്ച്വലി കേസൊന്നും ആയില്ല. എന്ത് കത്തി കുത്തിട്ടോ? അതെ, അവർക്ക് ഹോൾഡ് ഉണ്ടായിരുന്നോണ്ട് കേസൊന്നും ആയില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടി വന്നു.
അതിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. അയ്യോ, ഇങ്ങനെയൊക്കെ ഒരു കഥ ഇതിന്റെ പുറകെ. അപ്പൊ എന്തൊക്കെ ത്യാഗങ്ങളാ സഹിച്ചേക്കുന്നത്, ഏതൊക്കെ കടലുകളാ ചാടി കടന്നേക്കുന്നത്. അല്ല, ഇത്രയും സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാള് ഭയങ്കര ഭയങ്കര സൗമ്യമായിട്ട് ഭയങ്കര ഇതായിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എനിക്ക് ഞാനായിട്ടല്ലേ ഇരിക്കാൻ പറ്റില്ല. എന്റെ അനുഭവങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അപ്പൊ ആ അനുഭവങ്ങളിലൂടെയുള്ള പാഠങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാൻ എന്നെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി. അപ്പൊ നിങ്ങളിപ്പോ ഒരു 10 വർഷത്തോളമായിട്ട് നിങ്ങളുടെ 11 വർഷമായി. കല്യാണം എത്ര വർഷം കഴിഞ്ഞിട്ടായിരുന്നു? 10 വർഷം കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഫ്യൂച്ചറിൽ അടുത്ത പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്? ആദ്യത്തെ പ്ലാൻ ഈ കേസിൽ നിന്ന് അതൊന്ന് ഊരിത്തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തൊരു സാധനത്തിനകത്ത് കിടന്ന് അലയുന്ന പോലെ അല്ല. നമ്മൾ ഇത്രയും കാലം നോക്കി, ഇത്രയും കാലം എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു, നല്ലത് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരുമാതിരി അന്യനായത് മാത്രമല്ല ബ്രോ. അന്യനായത് മാത്രമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ അവിടുന്ന് ഒന്നും കിട്ടണ്ട. എന്റെ പൈസ ഞാൻ ചോദിച്ചു മേടിച്ചു, അതല്ലാതെ എനിക്ക് അവിടുന്ന് ഒന്നും കിട്ടണ്ട. എന്റെ വണ്ടി വരെ അവിടെ ഇരിപ്പുണ്ട്, ബൈക്കൊക്കെ പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ പുറകെ കിടന്ന് തീരാനുള്ള അല്ല എന്റെ ലൈഫ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ അതിന് അവരും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ ഇത് ഒതുങ്ങി തീരുള്ളൂ. അല്ലാത്ത പക്ഷെ ഇതിങ്ങനെ കേസായി പോവാന്നുള്ളൂ. കാരണം അപ്പുറത്തേക്കുന്ന സ്ത്രീകളാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ സമൂഹത്തിന്റെയും നിയമത്തിന്റെയും കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനാണ്. നമുക്ക് പ്രായമുള്ളൊരു പുരുഷനാണെങ്കിൽ എന്ത് ചെയ്താലും നമുക്കൊരു ഇച്ചിരി ബെനിഫിറ്റ് കിട്ടിയേനെ. അതില്ലാത്ത പക്ഷെ നമ്മളെ മറ്റേ ഒറ്റപ്പെടുത്തത്തേ ഉള്ളൂ. ഒന്ന് ഒതുങ്ങി കിട്ടുക, ഒന്ന് സ്വസ്ഥ ശ്വാസം വിടാൻ ഒരു സ്പേസ് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സമാധാനത്തിൽ ഒന്ന് കിടന്ന് ഉറങ്ങണം ഇതെല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ. പിന്നെ കുറെ വ്ളോഗർമാർ നിങ്ങൾ ഭയങ്കരമായിട്ട് പോകുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ക്ലിയർ ആവും. കുറെ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് ഞാനൊരാൾ ക്ലിയർ ആക്കുന്നതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാവാം മുമ്പേ, അല്ലെ അങ്ങനെ ഒരാൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാവാം കുറെ കാര്യങ്ങൾ. അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ ഹേറ്റേഴ്സ് അങ്ങനെ പോണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾ എൻ്റെ കയ്യിൽ ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക്, ആ ഒരു ഇന്റർവ്യൂവിന് ട്രാക്ഷൻ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അവിടെ കുറച്ച് സാനിറ്റൈസർ വന്നാലോ അല്ലെങ്കിൽ ഒരു അടിപിടി ഉണ്ടായാലോ അങ്ങനെ ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് എന്നെ ചീത്ത പറയാൻ അവസരം കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സാണ്, കണ്ടന്റ് ക്രിയേഷൻ എല്ലാവരും ബിസിനസ് തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രയോജനത്തിന് വേണ്ടി നമ്മളെ യൂട്ടിലൈസ് ചെയ്തു, നമ്മൾ നിന്ന് കൊടുത്തു. നമുക്ക് അതിനകത്ത് വേറെ പിണക്കവും കാര്യങ്ങളും പറയാത്ത പുറത്തൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇത് എത്തത്തില്ല. അതായത് നമ്മളൊരു കാര്യം എത്തൂല, അത് നെഗറ്റീവിന് ആൾക്കാരുടെ അക്സെപ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്തായാലും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ 3 പേരും മിക്കവാറും റോക്കറ്റിൽ കയറാൻ സാധ്യതയില്ല. അത് നോക്കാം. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു സെഗ്മെന്റിലൂടെ പോയിട്ട് നമുക്ക് പരിപാടി ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാ പോട്ടെ, ഒരു റാപ്പിഡ് ഫയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി അത് ആണിന് പെണ്ണും പെണ്ണിന് ആണും ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ രശ്മി ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഞാൻ ഡസ്റ്റർ എടുത്ത് ഓടിക്കും. ഡസ്റ്റർ എടുത്ത് ഓടിക്കൂ? എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഓക്കെ, ഓടിക്കണം ആഗ്രഹം. പക്ഷെ എന്റെ ബോഡിയിൽ കിട്ടുള്ളൂ, എനിക്ക് എന്റെ കഴിവുകൾ കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ അത് ശരിയാട്ടോ, അത് ശരിയാ. രാത്രി ചുമ്മാ കറങ്ങി നടക്കും. രാത്രി ചുമ്മാ ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ ഇറങ്ങി നടക്കാൻ പാടില്ലേ? വെള്ള സാരി എടുത്താൽ മതി, ആരും അടുത്തേക്ക് വരില്ലേ? വെറുതെയാ, എന്നാലും വരും. പ്രേതം പറഞ്ഞാലും വരും. സ്ത്രീകൾക്ക് മാത്രമല്ല ആമ്പിളാർക്കായാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്ന അങ്ങനെ അനുഭവം ഓഫ് കോഴ്സ്. എവിടുന്ന്? അതായത് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 അല്ല, ഏറ്റവും ബെസ്റ്റ് അനുഭവം പറ. അയ്യോ, ബെസ്റ്റ് ഒന്നും ചോദിക്കാൻ ഞാൻ പറയില്ല. ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും ഒരു കൂട്ടുകാരനായിട്ട് അത്യാവശ്യം ഭയങ്കര ഒരു ബ്രദർ എന്നുള്ള കൺസെപ്റ്റിലുള്ള ആത്മബന്ധമായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ളൊരിക്കയാണ്. അപ്പോൾ അങ്ങേർക്ക് മറ്റേ ഡെഫോ ആണ്, ഇതുമാണ്, സംസാരിക്കാനും പറ്റൂല. പക്ഷേ അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കൊരു ഇത് തോന്നി, ആ പാവം മനുഷ്യൻ, ഒരു സിമ്പതി തോന്നിയിട്ട് ഞാൻ അത്യാവശ്യം കമ്പനിയായി, നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് ഞാൻ വിചാരിച്ചത്. ഒരു ദിവസം പുള്ളി എൻ്റെ കൂടെ ഒരു വട്ടയാൽ പള്ളിയിൽ അവിടുന്ന് എൻ്റെ വീടിൻ്റെ അയലം വഴി നടന്നു വന്ന്, പുള്ളി ഇങ്ങനെ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ ആംഗ്യം കാണിച്ചിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. ഒരു വൈകുന്നേരം 5 മണി 5:30 സമയം. അപ്പോൾ ഞാൻ ഒരു സൈക്കിളിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ട് വരുക. പുള്ളി അടുത്ത് വന്നിട്ട് ഈ മറ്റേ ടാറ്റ പറയുമ്പോഴത്തേക്കും ഈ ഒരു മുസ്ലിം സൈഡിലുള്ള ഒരു
ആലിംഗനം ഉണ്ടല്ലോ, മറ്റേ ഇപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു ഇയാൾ കെട്ടിപ്പിടിച്ച് ടാറ്റ പറയാൻ വരും. അപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇയാളൊരു ഒറ്റ മുത്തം. എൻ്റെ ദൈവമേ, എനിക്കുണ്ടല്ലോ എനിക്ക് ചുണ്ടത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ സ്റ്റക്കാ. എനിക്കൊരു വലിയ അറപ്പം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനി ഇയാള് ഇപ്പുറത്തോട്ട് വരുന്ന വഴിക്ക് ഇയാൾ തെറ്റിപ്പോയതാണോ? ആണോ? ഇയാള് ശരിയെന്ന് തൊട്ട് ഇയാൾ പോയി. ഞാൻ മറ്റേ സ്റ്റക്ക് അടിച്ചേക്കും. എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വീടിന്റെ മറ്റേ വഴി വരെ എത്തി. ഞാൻ കയറിയില്ല. ഞാൻ തിരിച്ചിറങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ മറ്റേ ഇയാളെ കണക്ട് ചെയ്ത കൂട്ടുകാരനെ വിളിച്ച്, നമ്മളെടാ ഇതിടെ ഇങ്ങനെ ഇയാള് ചെയ്തിട്ട് ഇയാള് ഇങ്ങനത്തെ ആളായിരുന്നാ, ഞാൻ പ്രതീക്ഷിക്കണില്ല. അപ്പൊ ഇവൻ പറഞ്ഞ് ഇല്ലടാ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ ചെന്ന് ഞാൻ അവൻ്റെ വീടിന് എത്തുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞ് സോപ്പ് എടുത്ത് വെളി വെച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് സോപ്പ് എടുത്ത് അവൻ്റെ വായൊക്കെ സോപ്പ് ഇട്ട് കഴുകി വായുടെ അകത്തുമൊക്കെ സോപ്പ് പോകാതെ ഇട്ട്. അല്ല, അത്രയും എനിക്കൊരു അത്രയും ട്രോമയായി പോയി. എനിക്ക് അത്ര അറപ്പ് എന്നുവെച്ചാൽ അപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്ത്, ദൈവമേ ഒരു വടിവാളും കൊണ്ട് ഒരാൾ വന്നാലും നമുക്ക് ഡീൽ ചെയ്യാം, മുത്തവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യാൻ പറ്റൂല. പുരുഷന്മാരുടെ കാര്യം കേട്ടോ. അല്ല, എല്ലാ സ്ത്രീകളും വന്ന് നോക്കിയാന്നല്ല, എന്റെ വൈഫ് വന്ന് നോക്കിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനത്തെ ഒരാളല്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവം തെറ്റാന്നല്ല, പക്ഷെ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കൺസെന്റ് ഉണ്ടെങ്കിലുള്ള സാധനം വേറെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ലേറ്റസ്റ്റ് ആയിട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ആരും എനിക്ക് വന്നിട്ടില്ല. പക്ഷേ മറ്റേ പോളിടെക്നിക്ക് പഠിക്കുന്ന ലാസ്റ്റ് ഇയറിൽ ഞാൻ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് MRF ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മറ്റേ ചങ്ങനാശ്ശേരി അല്ലല്ല സ്റ്റാൻഡിലല്ലടി, സ്റ്റാൻഡിൽ വെച്ച് കൂട്ടുകാരന്മാർക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് വേറെ. ഞാൻ മറ്റേ ലിഫ്റ്റ് അടിച്ച് പോകുന്ന ടീമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിട്ടില്ലെങ്കിലും പക്ഷെ ലിഫ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചേട്ടനൊക്കെ ലിഫ്റ്റ് ചോദിച്ചാണ്, പുള്ളിക്കാരൻ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കയറിയിരുന്നു. അപ്പോൾ പുള്ളി വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, കയറിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കയറിയിരുന്നു. പുറകിലെ ഇതിൽ പിടിച്ചോണ്ടിരിക്കുക, പിന്നെ കയറിയിരിക്കും. അപ്പം പുള്ളി എന്ത് പറഞ്ഞ, ഞാൻ ആദ്യം ഓർത്ത് ഞാൻ മറിഞ്ഞ് വീഴുമെന്നുള്ള പേടിയിലാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുപോകണ ടീമാണ്, കാരണം എനിക്ക് ലിഫ്റ്റ് വന്നിട്ട് അവർക്ക് പണി കിട്ടരുതല്ലോ. ഞാൻ ഇച്ചിവിടെ കയറിയിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ ഇരിക്കുക, ഞാൻ ഇത്രയും കയറിയിരുന്നു. പിന്നെ പറഞ്ഞു കയറിയോ? അപ്പം ഞാൻ കയറി ഇരുന്ന് ചേട്ടാ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു ചേട്ടാ. അപ്പോൾ പുള്ളി എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് മുതുക് എന്തോ ചൊറിയാനായിട്ട് പുള്ളി ഇങ്ങനെ ചൊറിയാനുള്ള സാധനത്തിന് പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചൊറിച്ചിട്ട്. അപ്പോൾ ഞാനപ്പോൾ കൈ ഇങ്ങനെ വെച്ച് എൻ്റെ മേത്ത് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കൈ വെച്ച്. അപ്പോൾ പുള്ളിയുടെ കയ്യിലല്ല പിടുത്തം, അല്ല പുള്ളി വന്ന് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളി ചൊറിഞ്ഞിട്ട് പുള്ളി മാറി. അപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിലൊരു ഡൗട്ട് തോന്നിയിട്ട് പുള്ളി കുറച്ച് പുള്ളിയുടെ സംസാരവും ആംഗ്യങ്ങളും ഒക്കെ ഇച്ചിരി പ്രശ്നം തോന്നിയപ്പോൾ ചേട്ടാ ഒന്ന് വണ്ടി ഒതുക്കിയെന്ന് പറഞ്ഞു. പുള്ളി അല്ലല്ല പുള്ളി അതെങ്ങനെയല്ല ചേട്ടാ, പുള്ളിക്ക് തന്നെ വണ്ടി ഒതുക്കി മൂത്രമൊഴിക്കാൻ തോന്നി. ഇനി അത് ഇവരുടെ ഭാഷയിലുള്ള എന്തെങ്കിലും ട്രിക്കാണെന്ന് അറിയില്ല. പുള്ളി അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഞാൻ ഭാഗ്യം ഒന്ന് കൊടുത്ത് ചാടി ഇറങ്ങിയിട്ട് അപ്പുറത്ത് വന്നൊരു ബുള്ളറ്റ് ആൻഡ് കാണിച്ചിട്ട് ഞാൻ പോയിച്ചു. പിന്നെ ആ ചേട്ടൻ ദൈവദൂതനായിരുന്നു. ആ ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോന്നും അറിയില്ല. ആ ചേട്ടൻ ദൈവദൂതനെ പോലെ ഏത് സമയത്ത് എന്നെ രക്ഷിച്ചെന്നും ആ ചേട്ടൻ ഓർമ്മയില്ല. അയ്യോ എന്റെ ദൈവം, രണ്ട് സ്ഥലത്തുനിന്നാണ് ഇങ്ങനെ ജസ്റ്റ് മിസ്സാണ്. അല്ല ഞാൻ പറഞ്ഞു വന്നതല്ലായിരുന്നു കേട്ടാ. അയ്യോ നമ്മൾ ഞാൻ മൂന്നാമത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചാ പറയാൻ വന്നത്. അതാണ് പറയാൻ വന്നത്. അത് ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒന്ന് വണ്ടി ഒതുക്കിയതാ. വണ്ടി ഒതുക്കി ഫോണില് എനിക്ക് തോന്നുന്നു ഇത് എപ്പോഴാണ് ഇത് ഞാൻ പഠിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി MRF ഇന്റർവ്യൂവിന് പോയിട്ട് പോളി ലാസ്റ്റ് ഇയർ പാസ് ഔട്ട് ആവാറായി. അപ്പൊ ആ ടൈമിലുള്ള എക്സ്പീരിയൻസ് ആണ്. പ്രിലിമിനറി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരുക. അതെനിക്ക് ആക്ച്വലി നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. സെലക്ട് ആയി, പ്രതീക്ഷ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഇച്ചിരി ശ്വാസം വിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും ഒരാള് ഓപ്പോസിറ്റ് പോണ ആള് ഒരു ഒതുങ്ങിയ വഴിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കറക്റ്റ് റൂട്ട് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടകം പോളിടെക്നിക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള കുറച്ചുകൂടെ പാരലൽ ഒരു റൂട്ടുണ്ട്. അത് അന്ന് പണിയിലായിരുന്നു, ഇപ്പൊ റെഡിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോയ ആള് തിരിച്ചു വന്ന് ഇവിടെ വണ്ടി ഒതുക്കി. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പം എൻ്റെ കൂടെ വല്ല ഗേൾസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നേ ആയിരിക്കും എന്നോർത്ത്. കാരണം കുറച്ച് ടീംസ് ഉണ്ടല്ലോ, അങ്ങനെയാവാം. ആയിക്കോട്ടെ കുഴപ്പമില്ല. ഞാനിരുന്ന് ഫോണിൽ കയറി ഇങ്ങനെ ഇരിക്കുക, ഇച്ചിരി ഗെയിമൊക്കെ എടുത്ത് കളിച്ചോണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇയാൾ ചോദിച്ചിട്ട് എന്താ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രോഹിത്ത്. ഇയാളുടെ അപ്രോച്ച് എനിക്കൊരു ഡൗട്ട് തോന്നി കേട്ടാ. എവിടെ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ നാട്ടാത്താ. എവിടെ വീട്? ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ തന്നെയാന്ന് പറഞ്ഞു. കാരണം ദൂരെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആളല്ലാത്തതുകൊണ്ട് അവന്മാർക്ക് കുറച്ചുകൂടെ പവർ ഉണ്ട്. അങ്ങനെ പുള്ളി കുറച്ച് സംസാരം എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള സംസാരം പോലെ തോന്നി. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കലിപ്പ് ഒരു നോട്ടം നോക്കി. തൽപര കക്ഷി അല്ല എന്നുള്ളതുകൊണ്ട് പുള്ളി അങ്ങ് പോയേച്ച്.
അത് ഇത് നൈസായിട്ട് ട്യൂണിങ്ങിന് അത് വന്നത്. ട്യൂണിങ് നടന്നുള്ളൂ. മറ്റേ ഡയറക്റ്റ് ഫിസിക്കൽ അബ്യൂസിലോട്ട് പോയില്ലായിരുന്നു. മറ്റേ ബൈക്കിന്റെ സാഹചര്യം കുറച്ചുകൂടെ ഫിസിക്കൽ അബ്യൂസിലോട്ട് പോയേനെ. പക്ഷെ അതിന് മുമ്പത്തെ ഉണ്ടല്ലോ കൊച്ചിലെ പ്രായം അബ്യൂസ് ആയിരുന്നു. കൊച്ചിലത്ത് അത് കിസ് ചെയ്ത്. ആ അതെനിക്ക് ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കണ്ടായിരുന്നോ പുള്ളി? അത് കഴിഞ്ഞിടക്കെ കണ്ടായിരുന്നു. പുള്ളി എനിക്ക് മിണ്ടാനൊക്കെ വന്ന് ഞാൻ ഓടിക്കളഞ്ഞു. ആ പ്രായത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഒന്ന് കണക്ട് ചെയ്ത് എടുക്കാനും സമയം എടുത്തു. എനിക്ക് ആ സമയത്ത് സത്യത്തെ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത്. ചെറുതല്ലേ ഞാൻ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. 10ാം ക്ലാസ്സിലോ +1 പഠിക്കുന്ന സമയം, +1 തോന്നുന്നു. ആ ടൈമിൽ എനിക്കതൊരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിന്റെ കാര്യം. ഓക്കെ, എന്തായാലും നമ്മൾ എന്തായാലും അപ്പൊ പറഞ്ഞു വന്ന് പ്രയത്നം പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നായിരുന്നു. ഫോൺ പരസ്പരം കൈമാറിയ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? ഞാൻ നോക്കുന്നത് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവളുടെ ഫോണിലാണ് ആ ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കയ്യിലായിരിക്കും. അപ്പൊ എന്റെ ഗ്രീൻ ഹൗസിന്റെ ഫോൺ ആവാം, എന്റെ പേഴ്സണൽ ഐഫോൺ ആവാം, രണ്ടിലേതെങ്കിലും ഇവളുടെ കയ്യിലായിരിക്കും. അതിലൊന്നും കാര്യമൊന്നും. ഓക്കെ, എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് പിടിക്കപ്പെടുമെന്ന് കരുതി നൈസായിട്ട് രക്ഷപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും കളത്തരമൊക്കെ ചെയ്യും, പക്ഷെ ഇവനോട് പറയരുതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഞാൻ തന്നെ വന്ന് പറയും. അത് ആൾക്കും അറിയാം. ഞാൻ എന്തെങ്കിലും ചെയ്താലില്ലേ അതേപോലെ വന്ന് പറയുമെന്ന് എനിക്കറിയാം, അവനറിയാം. എനിക്ക് ഒളിപ്പിക്കാൻ പറ്റില്ല, ഞാൻ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചെറിയ എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ തരാൻ നോക്കണായിരിക്കും, പക്ഷെ വർക്കൗട്ട് ആവില്ല. അതായത് പയ്യെ അറിയാണ്ടുള്ള കയ്യിൽ നിന്ന് തന്നെ പോകും. ഈ വർക്കൗട്ട് ആയ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് എനിക്ക് ഉടുപ്പ് മേടിച്ചെന്ന് മറ്റേ RC കാറൊക്കെ മേടിച്ചെന്നാണ്. പക്ഷെ അത് മാത്രം എനിക്ക് പിടുത്തം കിട്ടിയില്ല കേട്ടാ. അത് പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാതിൽ തുറന്ന് സർപ്രൈസ് ആയി. അത് മാത്രം എനിക്ക് കിട്ടിയില്ല. അല്ലാത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉള്ളു കുത്തക്കെടുത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഹസ്ബൻഡിനെ കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്ന സോങ് ഏതാ? ഓം ശാന്തി ഓശാനയിലെ പാട്ട്. ഓം ശാന്തി ഓശാനയിലെ എല്ലാ പാട്ടും മറ്റേ മന്ദാര ആ പാട്ട് അതാണ് ഓർമ്മ വന്നിരുന്നേ. അല്ല ആ പാട്ടല്ല, വേറൊരു പാട്ടോടെ ഉണ്ടായിരുന്നല്ലോ. അത് ശോകം പാട്ടല്ലേ? അതൊക്കെ ഓർമ്മ. അത് ആ സിനിമ ഇറങ്ങി ഞങ്ങളുടെ ബ്രേക്കപ്പ് സമയത്താണ്. +1 ബ്രേക്ക് ആയിരുന്നു. കറക്റ്റ് സമയത്ത് ആ പാട്ടാണ് ഓർത്തിരിക്കുന്നത്. തിരിച്ചാണെങ്കിലോ എനിക്ക് മറ്റേ 3 പാട്ടൊക്കെ. അയ്യോ, എനിക്കും അതൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കും അത് തന്നെയായിരുന്നു. ഞാൻ ആ പാട്ട് മറന്നു. 10ാം ക്ലാസ്സിൽ വെച്ചുള്ള ഫേവറേറ്റ് പാട്ട് അതിലെല്ലാ പാട്ടും ഫേവറേറ്റ്. അത് മറ്റേ മഴയത്ത് പുറകിൽ നടക്കുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്. ഞങ്ങളെ ഏകദേശം അതേപോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു. അടിപൊളി. രശ്മി ഇട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എല്ലാ ഡ്രസ്സും ഇടിക്കാറുണ്ട്. എന്നാലും എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടത് രശ്മി ഈ ഡ്രസ് ഇടുന്നതാണ്. സാരി ഉടുപ്പിക്കണം. സാരി ഉടുത്ത് പുറത്ത് പോകാറുണ്ടോ നിങ്ങള്? കല്യാണത്തിന് സാരി ഉടുത്തിട്ടുണ്ട്, പിന്നെ വളരെ എണ്ണപ്പെട്ട ഇതിലൊക്കെ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും കൊള്ളാം. ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ മതി. എന്തായാലും കൊള്ളാം, നിങ്ങൾ എന്തായാലും സിങ്കാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ പ്രശ്നങ്ങളും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. മാക്സിമം ഇപ്പൊ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ചു പോകേണ്ട ആൾക്കാരാണ്. അത് എത്ര നാളെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഉള്ള അത്രയും കാലം സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. റോട്ടിൽ കിടക്കുന്ന ഒരു മിഠായി കടലാസ് പറക്കി കളയാത്തവരായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ചീത്ത പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോലും പല കാര്യങ്ങളും നിങ്ങൾ നമ്മുടെ ഇന്റർവ്യൂവിൽ അംഗീകരിച്ചിട്ടുണ്ട്, ചിലതൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ടും ചീത്ത വിളിക്കുന്നവരുണ്ടാവാം. ഇതെല്ലാം ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ ചീത്ത വിളിക്കാൻ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറെ പേരുണ്ട്. അവരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്നവര് കമന്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാം. സത്യത്തില് അവരുള്ളതുകൊണ്ടാണ് പിടിച്ചിരിക്കാൻ പറ്റണത്. കാരണം ആക്രമിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്നും അതിനേക്കാളും ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്. കാരണം ഇപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാറൊക്കെ എടുക്കുന്ന സമയമില്ലേ, ആ സമയത്തൊക്കെ മുഴുവനും നെഗറ്റീവ്സ് മാത്രമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ച. പക്ഷെ കാർ എടുത്തത് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൽ മുഴുവനും നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. ഈ നെഗറ്റീവ്സ് ടീംസ് ആരും ഇല്ല. എനിക്കൊന്നും അതിനകത്ത് ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് എവിടെടാ നെഗറ്റീവ് പറയുന്നതിനൊക്കെ എവിടെ പോയെന്ന്. എന്ന് വെച്ചാൽ ആ വിജയം കണ്ടപ്പോഴത്തേക്ക് എല്ലാം അടഞ്ഞു പോയായിരുന്നു, എല്ലാത്തിൻ്റെയും എഴുത്തൊക്കെ നിന്ന് പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ എണീറ്റ് വരും, വേറെ കാര്യം. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട്, അത് ഫാമിലീസ് തന്നെയാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. അവർക്കാണ് ആകെ ഒരു ക്രെഡിറ്റ് കൊടുക്കാറ്.
ഒരു ഒറ്റ കാര്യം അവർക്ക് നമ്മൾ ഒരുപാട് താങ്ക്സ് നിങ്ങൾ തന്നെ പറയാണ് ഈ തൊഴില്. ഒരു കാര്യം ഞാൻ വിട്ടുപോയൊരു കാര്യം, ബിഗ് ബോസ് പോലുള്ള ഒരു പരിപാടിയിൽ ഇപ്പൊ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നിങ്ങളാണല്ലോ ആദ്യത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ആയിരുന്നു കേട്ടാ, പിന്നെ വരുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവള് ദിവസവും ഇരുന്ന് ഇങ്ങനെ തപ്പും പുതിയ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത്, അങ്ങനെ അറിയാവുന്നതാണ്. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു പേടിയുണ്ടോ? ഇല്ല, നല്ലൊരു പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരാളെയും വിളിക്കുകയാണെങ്കിൽ അതില്ല. കാരണം ഇപ്പൊ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു അവസരത്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ അത് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല, അവർക്ക് എന്നെ പിരിയാൻ പറ്റില്ല എന്ന പേരിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ കളഞ്ഞു കുളിച്ചിരുന്നു കഴിഞ്ഞാൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ. കിട്ടുന്ന അവസരങ്ങളെ പിടിക്കുക, രക്ഷപ്പെടുക, ഒരുമിച്ച് മുന്നേറുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ മുന്നേറുക, ഇവളുടേതായ രീതിയിൽ മുന്നേറുക. ഒരാളകത്തുണ്ടെങ്കിലും പുറത്തുനിന്ന് പരിപാടികൾ ബാക്കി സപ്പോർട്ടൊക്കെ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരാൾ വേണമല്ലോ. അല്ലേ, അവർക്ക് അവളുടേതായ കാര്യങ്ങൾ, ഇവളുടെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ പേരിൽ ഇവളുടെ കരിയർ നോക്കിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്നതും ഒറ്റ കാര്യം, ബിഗ് ബോസിൽ ഇനിയിപ്പോ അതുപോലത്തെ പ്രോഗ്രാമിൽ സെലക്ട് ആവുകയാണെങ്കിൽ തന്നെ ഞാനായിട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ അവിടെ ചെന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറില്ല. അത് നടക്കത്തില്ല എനിക്ക്. ഇപ്പൊ എന്റെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെങ്കിൽ പോലും ഇപ്പൊ എനിക്കൊരു സിനിമയിലെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ അഭിനയിച്ചോളാം. അഭിനയിക്കോ? എനിക്ക് കൊച്ചിലേക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവസരം കിട്ടിയാൽ നമ്മൾ അത് പക്കയായിട്ട് യൂട്ടിലൈസ് ചെയ്യും, നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടും. ഈ സാധനമല്ല, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഒരു റിയാലിറ്റി ഷോയിലായിക്കോട്ടെ, നമ്മൾ നമ്മളായിട്ടിരിക്കാനാണ് പോണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ ഇപ്പൊ ഈ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാലാണ് പിന്നെ അഭിനയിക്കണം, പിന്നെ കള്ളം ഓക്കെ ആക്കാൻ 10 കള്ളം പറയണം, പിന്നെ ലാസ്റ്റ് തലയിറങ്ങി വേണ്ടി വരും. അതിലും നല്ലത് നമ്മൾ അതെ അതെ ഇത് കൊള്ളണ്ടവർക്ക് കൊള്ളണ്ടാവും. ഓക്കെ, മിക്കവാറും ഒരു കാർഗിലിൽ നിന്ന് ഒരു വെടി കിട്ടാൻ സാധ്യത. ഓക്കെ, അപ്പൊ എന്തായാലും ബിഗ് ബോസ് അത് ചോദിക്കട്ടെ, ബിഗ് ബോസ് ഷോയിലേക്ക് അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഈ പറഞ്ഞ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ മാത്രം അതാരൊക്കെ അവരുടെ കണ്ടന്റിന് വേണ്ടിട്ട് വിളി വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പോകും. അങ്ങനെയൊക്കെ വരട്ടെ, വിളി വരട്ടെ, എന്റെ നാക്ക് പൊന്നാവട്ടെ. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും സമൂഹത്തിന് നന്മ വരുന്ന കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ നല്ല കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. നല്ലതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, തെറ്റിനെ വിമർശിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. തെറ്റുകൾ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തെറ്റുകളെ വിമർശിക്കുന്നത് ഓക്കെയാണ്. അതെ, എല്ലാം പ്രശ്നം അതാ ഞാൻ പറഞ്ഞേ, തെറ്റിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം മനസ്സിലാക്കി തിരുത്തി പോകാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ജീവിതത്തിൽ ഒരുപാട് കാരണം നിങ്ങളെപ്പോലെ ചെയ്യുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടേക്കുന്നതിൽ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, എന്തൊക്കെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ല, ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്. ചിലവർ പറയണ്ടല്ലോ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി. വാട്ടർ ടാങ്ക് അപ്പൊ നമ്മുടെ ജോലികൾ ഇപ്പൊ ഗ്രീൻ ഹൗസിന്റെ ഡീപ് ക്ലീനിങ് വർക്കുകൾക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ക്ലീനപ്പ് ആക്ടിവിറ്റീസിന് ചാർജോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ കടപ്പുറത്ത് ചെയ്യുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സിറിഞ്ച് ഇത്ര മാരകമായിട്ടുള്ള സിറിഞ്ചുകളൊക്കെ നിങ്ങൾ പറയുന്നത്. വണ്ടിക്കകത്തിരിപ്പുണ്ട് എത്ര 92 സിറിഞ്ച് എന്തോ ഇരിപ്പുണ്ട്. കളക്ട് ചെയ്തെന്ന് പറയാം, അല്ലെങ്കിൽ എടുത്തോണ്ട് വന്ന് മേടിച്ചെന്നല്ല പറഞ്ഞത്. നമ്മള് കഴിഞ്ഞ ഒരു 7 ദിവസം ക്ലീനപ്പ് ചെയ്ത് ആലപ്പുഴ ബീച്ചിൽ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച്. ഈ 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള വേസ്റ്റുകളുടെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു വിട്ടിട്ടുള്ളതാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നതാണെന്നുള്ളതിന് ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 92 സിറിഞ്ച് ബീച്ചിന്റെ സൈഡിൽ നീഡിലുള്ളതും ഉണ്ട്, നീഡിൽ ഇല്ലാത്തതും ഉണ്ട്, നീഡിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളതും ഉണ്ട്. പിന്നെ മറ്റേ വയലുകള്, അതുപോലെ കത്തീറ്റർ, മറ്റേ ബ്ലഡ് എടുത്തിട്ട് സ്റ്റോർ ചെയ്യുന്ന ട്യൂബില്ലേ, ആ സാധനം അത് 3 കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിന് എന്തോ ബ്ലഡ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഉണ്ട്. ഇതെല്ലാം ആലപ്പുഴ ബീച്ചിൽ നിന്നാണോ ഈ കിട്ടുന്നത്? ഇതിപ്പോ അവിടെ നടക്കുന്ന കുട്ടികൾക്കൊക്കെ അപകടമല്ലേ? ആരോ കമന്റ് ചെയ്തായിരുന്നു, ഒരു കുഞ്ഞ് അവരുടെ കാലിൽ കുത്തിക്കൊണ്ടായിട്ട് ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഏതോ ഒരു വീഡിയോക്കകത്ത് ഒരു ചേച്ചി കമന്റ് ചെയ്തായിരുന്നു. അത് ഏത് ബീച്ചിൽ നിന്നാണ് എനിക്ക് കൊല്ലോ ട്രിവാൻഡ്രോ ഏതോ ഒരു ബീച്ചിൽ നിന്ന് ഒരു ചേച്ചിക്ക് ക്ലീൻ ചെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും ഭീകരമായിട്ട് തോന്നിയത് അവിടെ ഭീകരമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ഉള്ളത് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ. ആലപ്പുഴയെ കുറ്റം പറയണല്ല, ഞങ്ങൾ കൂടുതലും ചെയ്യാറുള്ളത് അവിടെയാണ്. ഇപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 7 ദിവസത്തെ ക്ലീനപ്പ് പോലെ എല്ലാ ബീച്ചുകളിലും പോയി ചെയ്യാൻ ആഗ്രഹമുണ്ട്. മാക്സിമം അതിനൊരു സപ്പോർട്ടൊക്കെ കിട്ടുവാണെങ്കിൽ ചെയ്യാമെന്നുള്ള ഇതാണ് പ്ലാൻ ഉള്ളത്. നടക്കുമെന്ന് അറിയില്ല, നമ്മൾ മാക്സിമം നമ്മുടെ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്യൂ ഉള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ബീച്ചുകളിലും ഈസി ആയിട്ട്
ആളുകൾക്ക് ഡംപ് ചെയ്യാൻ ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. ആളുകളുടെ ശ്രദ്ധ കുറഞ്ഞ ഒരു ഏരിയ, സ്ഥിരമായിട്ട് ആളുകൾ കൊണ്ട് വേസ്റ്റ് ഇടുന്ന ഒരു ഏരിയ, അതിപ്പോൾ അവിടെ ഉള്ളവരാവാം, വെളിയിൽ നിന്ന് വരുന്നവരാവാം, ആരും ആവാം. അങ്ങനെ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഞങ്ങൾ ആക്ച്വലി ഒരു ക്ലീനപ്പിനായിട്ട് കോട്ടയത്ത് നിന്നൊരു NSS ഒരു KG കോളേജിലെ NSS കുട്ടികൾ വന്നു, ഒരു ഫുൾ യൂണിറ്റ് വന്നു. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു പ്രാക്ടീസ് കൊടുത്ത്, ഇങ്ങനെ ഈ ഒരു ഏരിയ ഒരു മൈൻ ഫീൽഡ് പോലെ കാണണം, ഇവിടെ നമ്മൾ ചെരുപ്പിട്ടാലേ ഷൂട്ടൊക്കെ ഇറങ്ങാവുള്ളൂ, നമ്മൾ ട്രാഷ് പിക്കർ വെച്ച് മാത്രമേ പിക്ക് ചെയ്യാവുള്ളൂ, ഇതിനെ ഈ മണ്ണിനിടയിൽ വേസ്റ്റ് ഉണ്ടാവുന്നുള്ളത് നമ്മൾ കറക്റ്റ് അവിടെ നിന്ന് കാണിച്ച് അവരെ കൊണ്ട് പിക്ക് ചെയ്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് വീഡിയോ ഇടുന്നോണ്ടല്ലോ ആക്ച്വലി ഇപ്പൊ കുറച്ചുകൂടെ പോലീസിന്റെ നിരീക്ഷണം കൂടുതലായിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് പേഴ്സണലായിട്ടായിക്കോട്ടെ, പബ്ലിക്കിലായിക്കോട്ടെ, സിസ്റ്റത്തിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, നമ്മൾ ഇവർക്കൊക്കെ ജോലിഭാരം കൂട്ടുന്നവരായി പോയി. ഈ ഡ്രഗ്സിന്റെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അങ്ങനെ വല്ല ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഡയറക്റ്റ് ഭീഷണി ആയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ എന്റെ വീട്ടിൽ ആരോ കൊണ്ട് സിറിഞ്ചും വയലും കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മെസ്സേജ് എന്താണെന്നുള്ള കറക്റ്റ് എനിക്ക് ഇപ്പോഴും ഐഡിയ കിട്ടി. എനിക്ക് തോന്നുന്നത് കളയാനൊരു സ്ഥലമില്ല, ഇവരാകുമ്പോ ഇത് പറക്കി കിടക്കുന്ന ആൾക്കാർ. അതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു മുന്നറിയിപ്പ് പോലെ, ഈ കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് പോലെയാണ് എനിക്കത് തോന്നിയത്. പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഞാൻ 2-3 പ്രാവശ്യം മൈൻഡപ്പിലേക്ക് വന്നു, വീണ്ടും തിരിച്ചു. ഒന്നും കൂടി പറയണേ. ഒരുപാട് ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.